ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ 2021 എല്ലാവർക്കും നന്ദി നിറഞ്ഞതാവട്ടെ. നിങ്ങൾക്കറിയാം, കൊറോണ എഫക്റ്റ് കാരണം ലാസ്റ്റ് ഇയർ നമ്മുടെ എത്രയോ സഹോദരങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുകയും കുറെ പേർക്ക് ജോലി ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് വരേണ്ടിയും വന്നിരിക്കുകയാണ്. ഈ പ്രതിസന്ധി കാലത്ത് ഒരു ഗവൺമെന്റ് ജോലിയെ പറ്റിയും അതിന്റെ സെക്യൂരിറ്റിയെ പറ്റിയും ചിന്തിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. ഒരു ട്രിപ്പിൾ ബിടെക് ഹോൾഡർക്ക് സ്വന്തം നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന തസ്തികകളിലൊന്നായ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം 6 മന്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. അടുത്ത് തന്നെ KSEB AE SE നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഇതുപോലെ 2010 മുതൽ 2018 വരെയുള്ള കേരള PSC എക്സാമുകളുടെ കണക്ക് നോക്കിയാൽ 21ഓളം പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായി ഡെയിലി ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള PSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള കമ്പൈൻ സ്റ്റഡിയാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ പഠിക്കുന്നതിനോടൊപ്പം അതുകൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരമായാൽ ഞാൻ ഹാപ്പിയാണ്. നിങ്ങളിൽ പലരും വർക്ക് ചെയ്യുകയോ പലവിധനെ ബിസി ഷെഡ്യൂൾ ഉള്ളവരായിരിക്കാം. നിങ്ങൾ കരുതുന്നുണ്ടാവാം, AA നോട്ടിഫിക്കേഷൻ വന്നു, PWD നോട്ടിഫിക്കേഷൻ വന്നു, ഇനി 6 മന്തിനുള്ളിൽ എക്സാം ഉണ്ടാവുമല്ലോ, ഞാൻ എങ്ങനെ ഈ സിലബസ് മൊത്തം കവർ ചെയ്യും എന്ന് വെച്ച് ഒരു തട്ടിക്കൂട്ടിയുള്ള പഠനം ആവരുത് നിങ്ങളുടേത്. പഠിക്കുമ്പോൾ ഓരോ സബ്ജക്റ്റും നല്ല വൃത്തിയായി കോൺസെപ്റ്റ് മനസ്സിലാക്കി വേണം പഠിക്കാൻ. അത് നിങ്ങൾക്കൊരു അസറ്റാണ്, ഒരിക്കലും വേസ്റ്റ് ആവില്ല. നിങ്ങൾക്കറിയാം, ലാസ്റ്റ് AEA നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഓൺലി 9 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റിലുള്ള 90 കൂടാതെ 8 മോർ അപ്പോയിന്റ്മെന്റ്സ് ആണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേക്കൻസി നോക്കി നിങ്ങൾ ഒരിക്കലും ഒരു എക്സാമിനും പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് സിലബസിലേക്ക് പോവാം. നിങ്ങൾ ഈ സിലബസ് ഒന്ന് നോക്കൂ. ആദ്യത്തെ 8 സബ്ജക്റ്റ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, KSEB AE SE ഈ എക്സാമുകൾക്കൊക്കെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ 8 സബ്ജക്റ്റിലാണ്. ഈ 3 എക്സാമുകൾക്ക് മാത്രമല്ല, ഒരുവിധം എല്ലാ ഇലക്ട്രിക്കൽ കോർ എക്സാമുകൾക്കും, അതായത് SSC, RRB, PWD, IAS പോലുള്ള എക്സാം, ലെക്ചർ, ഇൻസ്ട്രക്ടർ, ഒരുവിധം ITI ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും ഈ 8 സബ്ജക്റ്റ് കോമൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ 8 സബ്ജക്റ്റ് നല്ല വൃത്തിയായി പഠിക്കുന്നതിലൂടെ ഒരുവിധം എല്ലാ PSC എക്സാമുകളുടെയും 60 to 70% കോഴ്സ് സിലബസ് കവർ ചെയ്യുന്നത് പോലെയാണ്. നമുക്ക് നമ്മുടെ ഈ സിലബസ് SSC, RRB, IAS എക്സാമുകളുടെ സിലബസുമായി ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. ഇതിൽ നിന്നും 5 സബ്ജക്ട്, അതായത് പവർ ഇലക്ട്രോണിക്സ്, സിഗ്നൽ സയൻസ് സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ ആൻഡ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ്, ഈ 5 സബ്ജക്ട് മാറ്റി നിർത്തിയാൽ SSCയുടെയും RRBയുടെയും കോർ സിലബസ് ആയി. ഓക്കെ, ഇനി IAS എക്സാം, ഇതിൽ നിന്ന് 2 സബ്ജക്ട്, അതായത് ഇലക്ട്രിക്കൽ മെഷീൻ ഡിസൈൻ, ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ, ഇത് മാറ്റി നിർത്തി പകരം ഈ 4 സബ്ജക്ട് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്, ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് ആൻഡ് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ്, ഈ 4 സബ്ജക്ട് ഈ സിലബസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ IAS എക്സാമിന്റെ സിലബസ് ആയി. ഓക്കെ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സിലബസിൽ നിന്നും 1-2 സബ്ജക്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം എല്ലാ ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള PSC എക്സാമിന്റെയും സിലബസ് കവർ ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ടുള്ള സബ്ജക്ട് വൈസ് വെയിറ്റേജ് നോക്കാം. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ഈ 16 സബ്ജക്റ്റും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഇതിൽ ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് വരും എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ അടുത്ത് നടന്ന ഏതൊരു എക്സാം നോക്കിയാലും PSC മുൻ വർഷങ്ങളിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്തതായി കാണാം. കൂടാതെ
ഗേറ്റ് എക്സാമിന് വന്നിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് സെപ്റ്റംബറിൽ നടന്ന ITI ബേസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാമിൽ ചോദിച്ചിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം PSCയുടെ മാറ്റങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു എക്സാമിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഈ സബ്ജക്റ്റ് ഒക്കെ നല്ല വൃത്തിയായി പഠിക്കുന്നതിലൂടെ നമുക്ക് ഈ പറയുന്ന എക്സാം ഒക്കെ ഈസിയായി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ എക്സാം ടഫ് ആയാലും ഈസി. എനിക്കറിയാം നിങ്ങളിൽ പലരും കോച്ചിങ്ങിന് പോകുന്നവരാവാം, സ്വന്തമായി പ്രിപ്പയർ ചെയ്യുന്നവരാവാം, കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കുറെ നല്ല ചാനൽസ് ഉള്ളത് കൊണ്ട് അത് ഫോളോ ചെയ്ത് പഠിക്കുന്നവരാവാം. ഇതൊന്നുമല്ലാതെ എങ്ങനെ പഠിക്കണമെന്ന് തീരുമാനിക്കാത്തവരും ഉണ്ടാവാം. ആദ്യമേ പറയട്ടെ, നിങ്ങളിൽ പഠിച്ചു തുടങ്ങിയവരായാലും തുടങ്ങാത്തവരായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിരുന്നാലും ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം റെഫർ ചെയ്തിട്ടുള്ള ഒരു പഠന രീതി ആവരുത് നിങ്ങളുടേത്. ആദ്യം സബ്ജക്റ്റ് വൃത്തിയായി പഠിക്കാൻ തുടങ്ങുക. അതിന്റെ കൂടെ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇന്നും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഈ ഡിജിറ്റൽ കാലത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് സുലഭമാണല്ലോ. ഇപ്പോൾ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ ചാൻസസ് കുറെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ 16 സബ്ജക്റ്റും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണെന്ന്. എന്നിരുന്നാലും സം ആർ മോർ ഇമ്പോർട്ടൻസ്. ഇതുവരെയുള്ള PSC ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിൽ ഒന്നാമത്തത് ഇലക്ട്രിക്കൽ മെഷീൻ ആണ്. ഇലക്ട്രിക്കൽ മെഷീനിൽ AC മെഷീനിൽ ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ആൾട്ടർനേറ്റർ, പിന്നെ ഇൻഡക്ഷൻ മെഷീൻ, അങ്ങനെ പോകുന്നു. എന്ന് വെച്ച് ഇനിയും ഇതേ ഓർഡർ ആവണമെന്നില്ല കേട്ടോ. ഒരിക്കലും നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കരുത്. പഠിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ദാറ്റ്സ് ഓൾ. നമുക്കിനി ഈ 3 എക്സാമിന്റെയും ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ടുള്ള ഓരോ സബ്ജക്റ്റിന്റെയും വെയിറ്റേജ് നോക്കാം. ഇലക്ട്രിക്കൽ മെഷീൻസ് നോക്കിയാൽ 80 to 42% ആണ്. 2005 നടന്ന സബ് എഞ്ചിനീയർ എക്സാമിനാണ് 42 ക്വസ്റ്റ്യൻ ഇലക്ട്രിക്കൽ മെഷീൻ ചോദിച്ചിട്ടുള്ളത്. അതേ വർഷം തന്നെ നടന്ന AEയുടെ എക്സാമിന് 37 ക്വസ്റ്റ്യൻസ് ഇലക്ട്രിക്കൽ മെഷീൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്ന് വെച്ചാല് ലാസ്റ്റ് നടന്ന AEA എക്സാമിന് 34 ക്വസ്റ്റ്യൻസ് ഇലക്ട്രിക്കൽ മെഷീൻസ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ മെഷീന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് നോക്കിയാൽ പവർ സിസ്റ്റം 24% ആണ്. 24 ചോദിച്ചിട്ടുള്ളത് ലാസ്റ്റ് AEA എക്സാമിനാണ് 24 ക്വസ്റ്റ്യൻ പവർ സിസ്റ്റം നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി ഇലക്ട്രിക്കൽ മെഷർമെന്റ് നോക്കിക്കഴിഞ്ഞാല് 1 to 14% ആണ്. 14 ചോദിച്ചിട്ടുള്ളത് 2005 സബ് എഞ്ചിനീയറിനാണ് 14 ക്വസ്റ്റ്യൻസ് മെഷർമെന്റിൽ നിന്നും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വെറും 1 ക്വസ്റ്റ്യൻസ് ചോദിച്ച ചരിത്രവും ഉണ്ട്. 1 ക്വസ്റ്റ്യൻ ചോദിച്ചത് വേറെ AEയുടെ എക്സാമിനാണ്. അതായത് 2005 തന്നെ നടന്ന AEയുടെ എക്സാമിനാണ്. വെറും ഒരു ക്വസ്റ്റ്യൻ ആണ് മെഷർമെന്റിൽ നിന്നുണ്ടായിരുന്നത്. അനലോഗ് ഇലക്ട്രോണിക്സ് 24 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് 2005 നടന്ന AE എക്സാമിനാണ്. 0 ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ചോദിച്ചിട്ടുള്ളത് അതേ വർഷം തന്നെ നടന്ന സബ് എഞ്ചിനീയർ എക്സാമിനാണ്. ഡിജിറ്റലും 0 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതേ വർഷം നടന്ന, അതായത് 2005 നടന്ന SE എക്സാമിനാണ്. ഡിജിറ്റലിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ വന്നത്. ഡിജിറ്റലിന് 12 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതേ വർഷം നടന്ന AE 2005 2005 നടന്ന AE എക്സാമിന് 12 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. SE എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല. 2013 നടന്ന സബ് എഞ്ചിനീയർ എക്സാമിനാണ് 18 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതേ വർഷം തന്നെ നടന്ന AE എക്സാമിന് വെറും 2 ക്വസ്റ്റ്യൻസ് ആണ് ബേസിക് ഇലക്ട്രിക്കലിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്.
നിങ്ങൾക്ക് മനസ്സിലായില്ലേ? PSCക്ക് ഒരു സബ്ജക്റ്റിനും ഒരു പ്രത്യേകം പാറ്റേൺ ഇല്ല. ചിലപ്പോൾ ചില സബ്ജക്റ്റിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പോലും ചിലപ്പോൾ PSC ചോദിച്ചെന്ന് വരില്ല. പക്ഷെ ചില സമയത്ത് അതിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു സബ്ജക്റ്റിനെയും പ്രത്യേകം കണക്കിലെടുക്കാണ്ട് എല്ലാ സബ്ജക്റ്റും ഒരുപോലെ വൃത്തിയായി കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. AEയുടെ സിലബസ് ആണിത്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്മ്യൂണിക്കേഷൻ. നമുക്കിതിൽ കുറച്ച് മിസലേനിയസ് സബ്ജക്ട് കാണാം. കമ്മ്യൂണിക്കേഷൻ നല്ലൊന്നാണ്. ഇതുവരെ 0 to 2% ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് 2 ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തപ്പോൾ കാണാൻ പറ്റിയിട്ടുള്ളത്. 0 to 2% കമ്മ്യൂണിക്കേഷൻ. നെറ്റ്വർക്ക്സ് ആൻഡ് EMFT, ഇലക്ട്രിക്കൽ മെഷീൻ, ട്രാൻസ്ഫോമർ. ഞാൻ പറഞ്ഞല്ലോ ട്രാൻസ്ഫോമർ എന്നാണ് ഇതുവരെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് AC മെഷീനിൽ ചോദിച്ചിട്ടുള്ളത്. നല്ല വൃത്തിയായി ഓരോ പോയിന്റും വിട്ടുപോകാതെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. DC മെഷീൻ, ആൾട്ടർനേറ്റർ, സിങ്ക്രണസ് മോട്ടോർ, 3 phase ഇൻഡക്ഷൻ മോട്ടോർ, സിംഗിൾ phase മോട്ടോർ, പവർ സിസ്റ്റം, മെഷർമെന്റ്, കൺട്രോൾ സിസ്റ്റം, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, പവർ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രൊസസ്സർ. 8085 മൈക്രോ പ്രൊസസ്സർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഡീറ്റെയിൽ സിലബസ് ആണ്. നിങ്ങൾ ജസ്റ്റ് നോക്കുക, നല്ലോണം വായിച്ചു നോക്കുക. ഇതില് ഇലക്ട്രിക്കൽ മെഷീൻ ഡിസൈനും സിസ്റ്റം ഡിസൈനും ഉണ്ട്. പിന്നെ ഒരു കാര്യം, SCയുടെ സിലബസിൽ ഇലക്ട്രിക്കൽ മെഷീൻ ഡിസൈൻ ഒന്നുമില്ല. പക്ഷെ ലാസ്റ്റ് 2 ടൈംസും SCയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഇലക്ട്രിക്കൽ മെഷീൻ ഡിസൈൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് PSC ഒരിക്കലും സിലബസിൽ മാത്രമല്ല ചോദിക്കുന്നത്, അതിന് പുറത്തുള്ള ചോദിക്കണം. അതുകൊണ്ടാണ് ഈ മൊത്തം സിലബസും നമ്മൾ വൃത്തിയായി പഠിക്കേണ്ട ആവശ്യകത. അതുകൊണ്ടാണ് നമുക്ക് അവർ തരുന്ന സിലബസിന് മാത്രമല്ല പുറത്തും ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, പവർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, മെഷർമെന്റ്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഇതിൽ SCയുടെ സിലബസിൽ മൈക്രോ പ്രോസസർ ഉണ്ട്. 8085 മൈക്രോ പ്രോസസർ ആണ്. പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ്, ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ. ഇനി SCയുടെ സിലബസ് ആണ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. പിന്നെ EMFT ഉണ്ട് SCയുടെ സിലബസിൽ ഉണ്ട്. പിന്നെ AC ഫണ്ടമെന്റൽസ് സിലബസ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ബാക്കി സിലബസിലൊന്നും കൊടുത്തില്ലെങ്കിൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ AC ഫണ്ടമെന്റൽസും അതിൽ ഉൾപ്പെടുന്നതാണ്. ഡിസൈൻ, എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്. ഡിസൈൻ, എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്. ഇതിൽ വരുന്ന ഇല്ലുമിനേഷൻ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്, അതായത് ലാസ്റ്റ് AE എക്സാമിന് 4 ക്വസ്റ്റ്യൻസ് ഇല്ലുമിനേഷനിൽ നിന്നുണ്ടായിരുന്നു. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പറിലും AEയുടെ എക്സാമിന് ഇല്ലുമിനേഷന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ, ഇത് SCയുടെയും AEയുടെയും സിലബസിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ. മെഷീൻ, റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. SCയുടെ മാത്രം സിലബസിലാണ് ഉള്ളത്. പക്ഷെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. പിന്നെ പവർ സിസ്റ്റം, പിന്നെ AC മെഷീൻ, പിന്നെ ബേസിക് ഇലക്ട്രോണിക്സ്,
SCയുടെ ക്വസ്റ്റ്യൻസ് ബേസിക് ഇലക്ട്രോണിക്സ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ പവർ ഇലക്ട്രോണിക്സിൽ SCക്ക് മൈക്രോ പ്രോസസ്സേഴ്സും മൈക്രോ കൺട്രോളേഴ്സും SCയുടെ സിലബസിലുണ്ട്. മൈക്രോ പ്രോസസ്സർ 8085 മൈക്രോ കൺട്രോളർ 8051 ആണ് SCയുടെ സിലബസിലുണ്ട്. പിന്നെ ഇതിലുള്ളത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ്. നമ്മുടെ AIയുടെ സിലബസിലും കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഉണ്ട്. SCയുടെ സിലബസിലും കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഉണ്ട്. ഇതൊരു ചെറിയ പോർഷൻ അല്ലേ എന്ന് കരുതി, ഈ ചെറിയ സബ്ജക്റ്റ് അല്ലേ എന്ന് കരുതി ഒരിക്കലും ഇത് വിട്ടുകളയരുത്. കാരണം എന്താ വെച്ചാല് ചിലപ്പോ ഇതിൽ നിന്നും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആവാം നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഒരു സബ്ജക്റ്റും നിസ്സാരം എന്ന് കരുതി വിട്ടുകളയരുത്. ഇനി നമ്മുടെ ചാനലിനെ കുറിച്ച് പറയാം. നിങ്ങളിൽ പലരും വർഷങ്ങൾക്ക് മുൻപ് പാസ് ഔട്ട് ആയതാവാം, വർഷങ്ങളായി വേറെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാവാം, പിന്നെ നാട്ടിൽ ഒരു ഗവൺമെന്റ് ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പ്രവാസികളാവാം, ഹൗസ് വൈഫ് ആവാം. നിങ്ങളിൽ ചിലർക്കൊക്കെ ബേസിക് സബ്ജക്റ്റിൽ നിന്നും ടച്ച് വിട്ടിരിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ആദ്യം ബേസിക് ആണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ സിലബസിലെ എല്ലാ സബ്ജക്റ്റും ഈ ചാനലിലൂടെ ഷെയർ ചെയ്യണമെന്നാണ് കരുതുന്നത്. ആദ്യമായി വീക്ക്ലി 2 days ബേസിക് ഇലക്ട്രിസിറ്റി, 2 days മാഗ്നറ്റിസം, 2 days നെറ്റ്വർക്ക് ആൻഡ് 1 day ഇലക്ട്രോമാഗ്നറ്റിസം, ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ഗവൺമെന്റ് ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.